ഇപ്പം ഞങ്ങളെ മോളെ വീട്ടിലോട്ട് മേളിലോട്ട് കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് പോയിക്കുക. സാധനങ്ങളെല്ലാം വെള്ളത്തിനകത്താണ്. ഉടുത്ത് മാറാൻ മുണ്ടും തുണിയും പോലും എല്ലാം വെള്ളത്തിലാണ്. ആ പരുവത്തിലായി കിടക്കുക. കൊല്ലം തഴുത്തല വില്ലേജിലെ താമസക്കാരി സുബഹാരി ഈ വാക്കുകൾ ഗതികേടിൻ്റെതാണ്. വേനൽക്കാലത്ത് ഇവിടുത്തെ ഓടകളും തോടുകളും വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ സ്വന്തം വീടുപേക്ഷിച്ച് ഇവർക്ക് ഇപ്പോൾ പലായനം ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇതാണ് കൊല്ലം ജില്ലയുടെ മിക്ക സ്ഥലങ്ങളിലെയും അവസ്ഥ. ദേശീയപാതയോരത്ത് താമസിക്കുന്നവരാണ് കൂടുതൽ ദുരിതത്തിലായത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചിലയിടങ്ങൾ മണ്ണിടുയർത്തി. മണ്ണിടാത്ത ഭാഗങ്ങളിലൂടെ വെള്ളമൊഴുകി ജനവാസ മേഖലയിലേക്ക് എത്തി. വീടുകളിൽ വെള്ളം കയറി. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡിൻ്റെ 2 ഭാഗവും ഓട നിർമ്മിക്കുകയും നാഷണൽ ഹൈവേയുടെ പഴയ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഓട നിർമ്മിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വെള്ളം ഈ ഭാഗത്തുണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഈ ഭാഗത്തുണ്ടാവുന്നത്. ജില്ലയിൽ 15 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വീട് തകർന്ന് 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. 24 മണിക്കൂറിൽ 3.34 ഹെക്ടർ കൃഷി നശിച്ചു. 8.39 ലക്ഷം രൂപയുടെ നഷ്ടം. 72 കർഷകർക്കാണ് ഉപജീവനമാർഗം നഷ്ടമായത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.